ദി ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിലെ ഒരു പ്രധാന നിർദ്ദേശമായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള ഈ നിർബന്ധിത ഇന്റേൺഷിപ്പ്. ശരിക്കും നല്ലൊരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് കുറച്ച് തൊഴിൽ പരിചയം കിട്ടും. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ പദ്ധതിയെ നടപ്പിലാക്കിയപ്പോൾ അത് വലിയൊരു വിവാദമായി മാറി. 60 മണിക്കൂർ ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥികൾ ഏകദേശം 12,000 രൂപ വരെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടൊരവസ്ഥ. ഏതാണ്ട് 80 കോടി രൂപയുടെ ഒരു ഇടപാടവിടെ നടക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: വിദ്യാർത്ഥികളുടെ നന്മയ്ക്കു വേണ്ടി തുടങ്ങിയൊരു പദ്ധതി അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ളൊരു സംഘടിത അഴിമതിയായി മാറിയോ, അതോ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ ഒരു നയം നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ചൊരു ഭരണപരമായ വൻ ദുരന്തമാണോ ഇത്? ഈ വിഷയത്തിൽ നമുക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒരു വശത്ത് ഇതൊരു വ്യവസ്ഥാപിത ചൂഷണമാണെന്ന വാദമുണ്ട്. അതെ, എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ആസൂത്രിതമായ സാമ്പത്തിക കൊള്ള തന്നെയാണ്. ശരി. മറുവശത്ത് ഇതൊരു ഗൂഢാലോചനയല്ല, മറിച്ച് കെടുകാര്യസ്ഥതയുടെയും ആസൂത്രണമില്ലായ്മയുടെയും ഒരു ദുരന്തഫലമാണെന്ന് വാദവുമുണ്ട്. ഞാനിതിനെ കാണുന്നത് ഘടനാപരമായ ഒരു പരാജയമായിട്ടാണ്, അല്ലാതെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു തട്ടിപ്പായിട്ടല്ല. ശരി. അപ്പോൾ നമുക്ക് ഈ വാദങ്ങളിലേക്ക് വിശദമായി കടക്കാം. ആദ്യമായി, എന്തുകൊണ്ടാണ് ഇതൊരു വെറും ഭരണപരമായ വീഴ്ചയല്ല, മറിച്ച് വ്യക്തമായ ഒരു സാമ്പത്തിക ചൂഷണമാണെന്ന് നിങ്ങൾ കരുതുന്നത്? എന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിനെ ഭരണപരമായ ഒരു പിഴവായി മാത്രം കാണുന്നത് അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തുല്യമാണ്. തെളിവുകൾ നോക്കൂ. സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോർട്ടൽ, അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 162 സ്വകാര്യ കമ്പനികൾ. ഇതിലൊന്നുപോലും വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്നില്ല, സൗജന്യമായ പരിശീലനം നൽകുന്നുമില്ല. പകരം എല്ലാ വിദ്യാർത്ഥികളും പണം അങ്ങോട്ട് നൽകണം. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ബിരുദം നേടുക എന്നത്. ആ ആവശ്യത്തെ മുൻനിർത്തി അവരെ ശരിക്കും ബന്ദികളാക്കുകയാണ്. 12,000 രൂപ വരെ ഒരാളെന്ന് ഈടാക്കുന്നത് ഇതൊരു പിടിച്ചുപറിയല്ലാതെ മറ്റെന്താണ്? ഇത് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻകാല ചരിത്രത്തോട് ചേർത്ത് വായിക്കണം. 2018 വിദൂര വിദ്യാഭ്യാസ പ്രവേശനത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ചലാൻ തട്ടിപ്പ് നമ്മൾ കണ്ടതാണ്. 2022 പരീക്ഷാഭവനിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം വന്നു. ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയിലെ ഏറ്റവും പുതിയ അധ്യായമാണ് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്ന ഈ 80 കോടിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി. ഇതൊരു അബദ്ധമല്ല, ആസൂത്രിതമായ കൊള്ളയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇതിനൊരു ചരിത്രപരമായ തുടർച്ചയുണ്ടെന്നാണ്. എന്നാൽ ഈ വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഇന്റേൺഷിപ്പ് ഒരുക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അവിടെ സംഭവിച്ച ഒരു ഭരണപരമായ പാളിച്ചയായി ഇതിനെ കണ്ടുകൂടെ? നിങ്ങൾ പറഞ്ഞ വസ്തുതകളെയൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ശരിയാണ്, വിദ്യാർത്ഥികൾ പണം നൽകേണ്ടി വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ കാരണത്തെക്കുറിച്ചാണ് എനിക്ക് ഒരു ഭിന്നമായ അഭിപ്രായമുള്ളത്. ഇതൊരു മുൻകൂട്ടി തയ്യാറാക്കിയ തട്ടിപ്പാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് യാഥാർത്ഥ്യബോധമില്ലാതെ ഒരു നയം നടപ്പിലാക്കിയതിന്റെ ഭീകരമായ പ്രത്യാഘാതമാണിത്. 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ, അവർക്കെല്ലാവർക്കും ഒരേ സമയം 60 മണിക്കൂർ ഇന്റേൺഷിപ്പ് വേണം. ഇത് നടപ്പിലാക്കാൻ എന്ത് അടിസ്ഥാന സൗകര്യമാണ് സർവകലാശാല ഒരുക്കിയത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുമായോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുമായോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുമായോ എന്തെങ്കിലും ഒരു ധാരണയുണ്ടാക്കിയോ? ഇല്ല. അപ്പോൾ ഈ ഭീമമായ ഡിമാൻഡ്, അത് നിറവേറ്റാനുള്ള സപ്ലൈ ഇല്ലാതായപ്പോൾ അവിടെ ഒരു ശൂന്യതയുണ്ടായി. ആ ശൂന്യതയിലേക്കാണ് ഈ സ്വകാര്യ കമ്പനികൾ വന്നത്. അവരതിനൊരു ബിസിനസ് അവസരമാക്കി മാറ്റി. ഇവിടെ യഥാർത്ഥ പ്രതി ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗൂഢസംഘമോ അല്ല, മറിച്ച് ആസൂത്രണമില്ലായ്മയും ഭരണപരമായ കഴിവുകേടുമാണ്. പോർട്ടൽ തുടങ്ങാൻ വൈകിയത്, വിദ്യാർത്ഥികളുടെ വേനലവധി നഷ്ടപ്പെടുത്തിയത്, ഇതെല്ലാം ഈ പിടിപ്പുകേടിന്റെ ലക്ഷണങ്ങളാണ്, അല്ലാതൊരു വലിയ തട്ടിപ്പിന്റെ ആസൂത്രണമല്ല. വളരെ പ്രധാനപ്പെട്ട 2 വാദങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. 1, ഇതൊരു സംഘടിത കൊള്ളയാണെന്ന് പറയുന്നു. 2, ഇത് കഴിവുകേടിന്റെ ഫലമാണെന്നും പറയുന്നു. നമുക്കിതിലെ ഓരോ വിഷയങ്ങളായി പരിശോധിക്കാം. ആദ്യം തന്നെ ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായ ആ ഓൺലൈൻ പോർട്ടൽ, അതിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കാം. സൗജന്യമായ അവസരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി പണം നൽകേണ്ട കമ്പനികളെ മാത്രം ഉൾപ്പെടുത്തിയത് ഒരു ബോധപൂർവമായ നീക്കമായിരുന്നു? അതോ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കഴിവുകേടിന്റെ ഭാഗമായി സംഭവിച്ചതാണോ? അതെങ്ങനെ യാദൃശ്ചികമാകും? അതൊരിക്കലും യാദൃശ്ചികമല്ല. അതൊരു ബോധപൂർവമായ ഒഴിവാക്കൽ തന്നെയാണ്.
162 കമ്പനികൾക്ക് ഒരു കുത്തക വിപണി സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനൊരു സമാനമായ മാതൃകയുണ്ട്. കർണാടകയിലെ വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ, അതായത് VTUവിൽ, കുറച്ചു വർഷം മുൻപ് ഏതാണ്ട് ഇതുപോലൊരു വിവാദമുണ്ടായിരുന്നു. ശരിയാണ്. അവിടെയും യോഗ്യതയില്ലാത്ത പല സ്വകാര്യ കമ്പനികളും വിദ്യാർത്ഥികളിൽ നിന്ന് ഭീമമായ തുക വാങ്ങി വ്യാജ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്നായിരുന്നു പ്രധാന ആരോപണം. പണം വാങ്ങി സർട്ടിഫിക്കറ്റ് വിൽക്കുന്ന ഇന്റേൺഷിപ്പ് മില്ലുകൾ എന്നൊരു പ്രയോഗം തന്നെ അവിടെയുണ്ടായി. ആ മാതൃക അതേപടി ഇവിടെയും പകർത്താനുള്ളൊരു ശ്രമമാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. സൗജന്യ അവസരങ്ങൾ നൽകാൻ കഴിയുന്ന സർക്കാർ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ഈ പോർട്ടലിൽ നിന്ന് സേമ്യറിനെ അകറ്റി നിർത്തിയത് ഈ സ്വകാര്യ കമ്പനികൾക്ക് കച്ചവടം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ബോധപൂർവം എന്ന വാക്കിനാണ് എന്റെ വിയോജിപ്പ്. അതിലുപരി എളുപ്പവഴി തേടിയെന്നു പറയുന്നതാകും ശരി. 1.5 ലക്ഷം പേർക്ക് ഇന്റേൺഷിപ്പ് അവസരം കണ്ടെത്തുക എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്, സമ്മതിക്കുന്നു. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്ന്, കഠിനാധ്വാനം ചെയ്യുക, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തുക, സന്നദ്ധ സംഘടനകളുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ഇതിനെല്ലാം മാസങ്ങളുടെ പരിശ്രമം വേണം. 2, എളുപ്പവഴി നോക്കുക, അതായത് പണം വാങ്ങി ഈ സർവീസ് നൽകാൻ തയ്യാറായി മുന്നോട്ടു വരുന്ന സ്വകാര്യ കമ്പനികളെ പോർട്ടലിൽ കയറ്റി ഉത്തരവാദിത്തം ഒഴിയുക. അവർ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്തു. ഇതൊരു ഗൂഢാലോചനയല്ല, ഭരണപരമായ മടിയും ഇച്ഛാശക്തിയില്ലായ്മയുമാണ്. ആ പരാജയമാണ് വിദ്യാർത്ഥികളെ ഈ പേ ടു പ്ലേ സംവിധാനത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ ഒരാൾ ഇതിനെ ഒരു കുത്തക വിപണി സൃഷ്ടിക്കാനുള്ള ശ്രമമായി കാണുമ്പോൾ, മറ്റൊരാൾ ഇതിനെ ഭരണപരമായ കഴിവുകേടിന്റെയും എളുപ്പവഴി തേടലിന്റെയും ഫലമായി കാണുന്നു. ശരി, ഇനി നമുക്ക് അടുത്ത നിർണായകമായ വിഷയത്തിലേക്ക് വരാം. 80 കോടി രൂപ എന്ന ഭീമമായ സംഖ്യ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാകും. ഈ സംഖ്യ ഒരു തട്ടിപ്പിന്റെ തെളിവാണോ, അതോ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിപണിയുടെ സ്വാഭാവികമായ വലുപ്പമാണോ? 80 കോടി എന്നത് വെറുമൊരു കണക്കല്ല, അത് ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന തെളിവാണ്. സർവകലാശാലയിലെ ഒരു സിൻഡിക്കേറ്റ് അംഗം തന്നെ ഇതിലെ ദുരൂഹത ചൂണ്ടിക്കാണിച്ച് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതൊരു സാധാരണ കച്ചവടമല്ല. വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം നിർബന്ധപൂർവം സ്വകാര്യ കമ്പനികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നൊരു സംവിധാനമാണ്. ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്ന, വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കുന്നൊരു കുട്ടിയായിരിക്കാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഈ 10,000 രൂപ കൂടി അടയ്ക്കണം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വേറെ എന്തു വഴിയാണുള്ളത്? ഇതിനെ എങ്ങനെയാണൊരു നയപരമായ പിഴവെന്ന് മാത്രം വിളിക്കാൻ കഴിയുക? ഇത് സാമ്പത്തികമായ പിടിച്ചുപറിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, 80 കോടി എന്ന കണക്ക് ഭയാനകമാണ്. ശരിയാണ്, ഞാനതിനെ ന്യായീകരിക്കുകയല്ല, വിശകലനം ചെയ്യുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വം വെച്ച് നമുക്കിതിനെ നോക്കാം. 1.5 ലക്ഷം പേർക്ക് ഒരു സാധനം നിർബന്ധമായും വേണം, അതായത് ഡിമാൻഡുണ്ട്. എന്നാൽ ആ സാധനം വിൽക്കാൻ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ, അതായത് സപ്ലൈ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വില കൂടും, ഇടപാടുകളുടെ എണ്ണം കൂടും. ഇവിടെയും അതാണ് സംഭവിച്ചത്. ഡിഗ്രി കിട്ടാൻ ഈ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് കമ്പനികൾ എത്ര പണം ചോദിച്ചാലും വിദ്യാർത്ഥികൾക്ക് മറ്റു വഴികളില്ല. വില എത്ര കൂടിയാലും ഡിമാൻഡ് കുറയില്ല. ഇതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു വിപണി ഉണ്ടാക്കിക്കൊടുത്തത് സർക്കാരിന്റെ നയമാണ്. ആ വിപണിയിൽ നടന്ന കച്ചവടത്തിന്റെ ആകെ വലുപ്പമാണ് ഈ 80 കോടി. ഇത് തട്ടിപ്പിന്റെ ലാഭക്കണക്കായിരിക്കണമെന്നില്ല, ആസൂത്രണമില്ലായ്മ സൃഷ്ടിച്ച ഒരു വിപണിയുടെ കണക്കാണ്. അതൊരു രസകരമായ കാഴ്ചപ്പാടാണ്. അതായത് നയം ഒരു വിപണി സൃഷ്ടിച്ചു, ആ വിപണിയാണ് വില നിശ്ചയിച്ചത്. ഉദ്ദേശം മോഷണമല്ലായിരുന്നെങ്കിലും ഫലം വലിയൊരു സാമ്പത്തിക ഭാരമായി മാറി. എന്നാൽ ഈ വിപണി അത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ നിയമപരവും ധാർമ്മികവുമായ തലത്തിലേക്ക് കടക്കാം. വിദേശ മെഡിക്കൽ ബിരുദധാരികളുടെ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടെന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. അത് ഈ വിഷയത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? അതൊരു 100% പ്രസക്തമാണ്. ആ കേസിൽ കേരള ഹൈക്കോടതി വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സേവനം നൽകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന്, അതായത് ജോലി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധവും ചൂഷണവുമാണ്.
ഇവിടെ വിദ്യാർത്ഥികൾ 60 മണിക്കൂർ അവരുടെ അധ്വാനവും സമയവും ഒരു സ്ഥാപനത്തിന് നൽകുമ്പോൾ തിരിച്ച് അവരിൽ നിന്ന് പണം വാങ്ങുന്നത് ആ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. ഇത് കേവലം അശ്രദ്ധയാണെന്നോ നിയമം അറിയില്ലായിരുന്നുവെന്നോ പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. ഒരു സർവകലാശാല ഒരു നയം രൂപീകരിക്കുമ്പോൾ അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കേണ്ടത് അവരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ അത് വെറും അശ്രദ്ധയല്ല, കുറ്റകരമായ അനാസ്ഥയാണ്. തീർച്ചയായും അതൊരു വലിയ നിയമപ്രശ്നം തന്നെയാണ്. ആ വിധി ഇവിടെ ബാധകമാണ്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്: ഇത് നിയമം ലംഘിക്കണം എന്ന ഒരു ക്രിമിനൽ ഉദ്ദേശത്തോടെ ചെയ്തതാണോ, അതോ നിയമത്തിന്റെ ഈ വശം അവർ ഓർത്തില്ലേ? നമ്മുടെ രാജ്യത്ത് നയങ്ങൾ രൂപീകരിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമിതാണ്. വലിയ ആശയങ്ങൾ പ്രഖ്യാപിക്കും, പക്ഷെ അതിന്റെ പ്രായോഗികവും നിയമപരമായ നൂലാമാലകളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കില്ല. ഇങ്ങനെ ഒരു നിയമപ്രശ്നം ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിനെ ഭരണപരമായ അജ്ഞതയുടെയും ദീർഘവീക്ഷണമില്ലായ്മയുടെയും ഫലമാണെന്ന് പറയുന്നത്. അവർ നിയമം ലംഘിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തത്, മറിച്ച് നിയമത്തെക്കുറിച്ച് വേണ്ടത്ര പഠിക്കാതെ ഒരു തീരുമാനം എടുത്തുചാടി നടപ്പിലാക്കിയതാണ്. പക്ഷേ നിയമം അറിയില്ല എന്നത് ഒരു ന്യായീകരണമല്ലല്ലോ, പ്രത്യേകിച്ചും ഒരു സർക്കാർ സംവിധാനത്തിന്. ന്യായീകരണമല്ല, പക്ഷെ അത് അവരുടെ ഉദ്ദേശ്യശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. കഴിവുകേടിനെയാണത് തുറന്നുകാട്ടുന്നത്. അപ്പോൾ നിയമപരമായ പിഴവുണ്ടെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു. പക്ഷേ ഒരാൾ അതിനെ കുറ്റകരമായ അനാസ്ഥയായി കാണുമ്പോൾ മറ്റൊരാൾ അതിനെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായി കാണുന്നു. ശരി, അവസാനമായി നമുക്ക് ഈ വിഷയത്തെ അതിന്റെ സ്ഥാപനപരമായ പശ്ചാത്തലത്തിലൊന്ന് വിലയിരുത്താം. കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻകാല സംഭവങ്ങൾ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് വിവാദം ആ സർവകലാശാലയിൽ ആഴത്തിൽ വേരോടിയ അഴിമതിയുടെ തുടർച്ചയാണോ, അതോ പൂർണ്ണമായും തകർന്നൊരു ഭരണ സംവിധാനത്തിന് സംഭവിക്കാവുന്ന സ്വാഭാവികമായൊരു പരാജയമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഫഹീമ പി എന്ന വിദ്യാർത്ഥിനിയുടെ കാര്യം തന്നെ എടുക്കാം. അവരുടെ ഒരു ഉത്തരക്കടലാസ് കണ്ടെത്താൻ ആ സർവകലാശാല എടുത്തത് 10 വർഷമാണ്. ഇതുവരും കെടുകാര്യസ്ഥതയല്ല. അതിനകത്ത് എന്തെല്ലാം നടന്നിട്ടുണ്ടാവാമെന്ന് നമുക്ക് ഊഹിക്കാം. ചലാൻ തട്ടിപ്പ്, പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ, അഴിമതിയും കെടുകാര്യസ്ഥതയും പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നൊരു സംസ്കാരം അവിടെയുണ്ട്. ആ സംസ്കാരത്തിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് ഈ ഇന്റേൺഷിപ്പ് വിവാദം. അതുകൊണ്ടുതന്നെ ഇതിനെ വെറും കഴിവുകേടായി എഴുതിത്തള്ളുന്നത് ആ സ്ഥാപനത്തിലെ അഴിമതിക്ക് വളം വെച്ചു കൊടുക്കുന്നത് പോലെയാകും. നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങൾ എന്റെ വാദത്തെയാണ് ശരിക്കും കൂടുതൽ ബലപ്പെടുത്തുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ ഉത്തരക്കടലാസ് കണ്ടെത്താൻ 10 വർഷമെടുക്കുന്നൊരു സിസ്റ്റം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശരിയായി ചെയ്യാൻ കഴിവില്ലാത്തൊരു ഭരണ സംവിധാനം, അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന് എങ്ങനെയാണ് 1.5 ലക്ഷം വിദ്യാർത്ഥികളുടെ സങ്കീർണമായ ഒരു ഇന്റേൺഷിപ്പ് പദ്ധതി ഒരു കുറ്റവും കുറവുമില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുക? അവർക്കതിനുള്ള ശേഷിയില്ല. ഇത് പുതിയൊരു അഴിമതിയുടെ ആസൂത്രണമല്ല, മറിച്ച് നിലവിലുള്ള കഴിവുകേടിന്റെയും കെടുകാര്യസ്ഥതയുടെയും പാരമ്യമാണ്. ജീർണിച്ചൊരു സിസ്റ്റത്തിന് മുകളിൽ താങ്ങാൻ കഴിയാത്ത ഭാരമുള്ളൊരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണ്ണമായും തകർന്നു വീണു. അതാണിവിടെ സംഭവിച്ചത്. വളരെ വിശദമായൊരു ചർച്ചയാണ് നടന്നത്. നമുക്കിത് ഉപസംഹരിക്കാം. ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ അന്തിമമായ നിലപാടെന്താണ്? ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് നല്ല ഉദ്ദേശങ്ങളോടെ തുടങ്ങിയ ഒരു അക്കാദമിക് പരിഷ്കാരം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാനുള്ള ഒരു മറയായി മാറിയതെന്നാണ്. പോർട്ടലിന്റെ ഘടന, അതിൽ നിന്ന് സൗജന്യ അവസരങ്ങളെ ഒഴിവാക്കിയത്, മുൻകാല സാമ്പത്തിക ക്രമക്കേടുകളുടെ ചരിത്രം, ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനം, ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വ്യവസ്ഥാപിത അഴിമതിയിലേക്കാണ്. ഇതിനെക്കുറിച്ച് സ്വതന്ത്രവും നീതിയുക്തവുമായൊരു അന്വേഷണം അടിയന്തരമായി നടക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. അതേസമയം ഈ പ്രതിസന്ധി ഘടനാപരമായ പരാജയങ്ങളുടെയും ദീർഘവീക്ഷണമില്ലായ്മയുടെയും ആകെ തുകയാണെന്ന് നാം കണ്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പ്രായോഗിക വശങ്ങൾ പഠിക്കാതെയുമാണ് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു വലിയ പാഠമാണിത്. തീർച്ചയായും അഴിമതിയുണ്ടോ എന്ന് അന്വേഷിക്കണം. അതോടൊപ്പം നമ്മുടെ നയരൂപീകരണത്തിലെയും ഭരണനിർവഹണത്തിലെയും അടിസ്ഥാനപരമായ പിഴവുകൾ തിരുത്താനും ഈ അവസരം ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഭാവിയിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കും. ഇത് കേവലം ഒരു സർവകലാശാലയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവിയെക്കുറിച്ച് തന്നെ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. നയങ്ങൾ കടലാസിൽ മനോഹരമായാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും കാര്യക്ഷമതയുമുള്ള ഒരു സംവിധാനം കൂടി വേണം. ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങളും തിരുത്തലുകളും ആവശ്യമാണെന്ന് ഈ ചർച്ച വ്യക്തമാക്കുന്നു.
ദ ഡിബേറ്റിൽ പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദി.